ഹേ ഗൈസ്, വെൽക്കം ബാക്ക് മൈ ടു അതർ ന്യൂ വ്ളോഗ്. ഗൈസ്, അപ്പോൾ ഇന്നത്തെ ദിവസം ഒരു ഹാപ്പി ആയിട്ടുള്ളതാണ്. കാര്യം നമ്മുടെ ചെറുക്കൻ്റെ എൻഗേജ്മെൻ്റ് ആവുകയാണ്. അപ്പോൾ ഗൈസ്, ഈ നമുക്ക് ചെറുക്കൻ അങ്ങനെ നമ്മളെ കൂട്ടത്തിൽ നിന്ന് ലോക്കാവാനായിട്ടിരിക്കുക. അപ്പോൾ ഇന്ന് അവൻ്റെ ലോക്കാവേണ്ട ഡേയ്സ്, അതായത് അവൻ്റെ എൻഗേജ്മെൻ്റാണ്. വേറെ ആരുമല്ല, ഗൈസ് ആദ്യത്തിനാണ്, എൻ്റെ അനിയനാണ്. അപ്പോൾ ഗൈസ്, അവൻ്റെ എൻഗേജ്മെൻറ്റിൻ്റെ കുറച്ച് വ്ളോഗായിട്ട് നമുക്ക് കാണാം. അപ്പം നമുക്ക് ബാക്കി പയ്യന്മാരും എല്ലാവരൊക്കെ വരുന്നുണ്ട്. ഞാൻ ഓൾറെഡി നല്ല ലേറ്റായിട്ടാണ് നിൽക്കുന്നത്. വേറെ കുറച്ച് പരിപാടികളുണ്ടായിരുന്നു, അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഇപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ ഗൈസ്, നമുക്ക് അങ്ങോട്ട് പോവാം. കുറേ ഭാഗങ്ങൾ എടുക്കാനുണ്ടായിരുന്നു ഗൈസ്. അപ്പോൾ അതൊന്നും എടുക്കാൻ വിട്ടുപോയതല്ല, ഞാൻ പോകാൻ പറ്റിയില്ല, സമയം കിട്ടിയില്ല. അപ്പോൾ അവൻ്റെ എൻഗേജ്മെൻറ്റിലോട്ട് പോവാം. എല്ലാരും ഉണ്ടല്ലേ അളിയ, നിന്റെ അടുത്തൊരു കാര്യം ചോദിക്കുന്നുണ്ട്. ചെറുക്കാൻ കെട്ടണത് നീ എന്ത് ചെയ്യാൻ പോണം? എന്താടാ എല്ലാം കൂടെ ബാക്കിൽ കയറിയിരിക്കണ? സുഖമായിട്ടിരിക്കണ? ഇറങ്ങൂ ഗൈസ്, ഇറങ്ങടാ. ഓ, മാസം അളിയാ, ഞാൻ മാസം തന്നെ ഇറക്കിയത്. ഇപ്പോടെ നീ ആരെങ്കിലും ഉണ്ടോ അവിടെ ഇറങ്ങാൻ? ഓക്കെ എടേ, ഞാൻ ഒരു കാര്യം ചോദിക്കുന്നുണ്ട്. വാ ഇവിടെ. അളിയ, നിന്റെ അടുത്ത് ഞാൻ ചോദിക്കാം. അളിയ, അവൻ വരതെ പെണ്ണ് കിട്ടി. ആരടാ ഒന്നും കൂടെ പറയടാ. എടേ, നമ്മള് രണ്ടുപേരാണ് ഇനി അടുത്ത. ഉണ്ണിയുണ്ട്. എന്തിനാണ് ഉണ്ണിയാണ് വല്ല നടക്കുവോ? എന്നാലും പറ, നമ്മളെ ഇടയിലുള്ള ഒരു ചെറുക്കനാണ് ആദ്യമായിട്ട് ലോക്ക് ആവണം. അപ്പൊ അവനെ പറ്റിയിട്ട് എന്താണ് പറയാനുള്ളത്? നീ എന്താണ് ലോക്കാവണെന്ന്? ഞാൻ ലോക്കുമില്ല, ഒന്നുമില്ല. എനിക്ക് ലോക്കാണ്, ഞാൻ പൊട്ടിച്ചിറക്കും. എങ്ങനെ പൊട്ടിക്കും? ഞാൻ പൊട്ടിച്ചിറക്കും. നിരഞ്ജ, നിന്റെ ഏറ്റവും ബെസ്റ്റ് ചങ്ക് ചെറുക്കനാണ്. എന്താണ് അവന്റെ എൻഗേജ്മെന്റ് ആവണം? എന്നെ കുറിച്ച് പെണ്ണ് കെട്ടി പണ്ടാരം അടക്കണം. എനിക്ക് അത്രേ പറയാനുള്ളൂ. നീ മേലെ കെട്ടാൻ സമ്മതിക്കുക. ആദ്യപ്പടം ഒരെണ്ണേ നടക്കുള്ളൂ. അവരെന്തിന് 2-3 എന്തിനാ ആവശ്യം? ആരാ നിന്റെ? അവൻ കേട്ട നിന്റെ അവള് കേട്ടാലാണ് പ്രശ്നം. അതാണ് ഞാൻ പോയപ്പോ കണ്ടായിരുന്നു. ഒരു കയ്യൊക്കെ കൊടുത്തില്ല. അപ്പൊ ആ സമയത്ത് ഞാൻ വീഡിയോ എടുത്തില്ല. അപ്പൊ അവർ രണ്ടുപേരും ഒരുമിച്ച് നിന്നിട്ടുള്ള വീഡിയോ ഒക്കെ എടുക്കണം. ഓക്കെ, അപ്പൊ ഒരുമിച്ച് ഇങ്ങനെ കാണാൻ അങ്ങനെ. എന്താ ഒരു ചോപ്പുമായ എന്റെ മുഖം അത്ര ചോദ്യം നടക്കണ്ട. എന്റെ ഫോണിന്റെ കുഴപ്പമില്ല. മനോഹരമായ നിന്റെ ഔട്ട്ഫിറ്റ് ഉള്ള നിന്റെ ഔട്ട്ഫിറ്റ് അടിപൊളി.
ചടങ്ങുകളെല്ലാം കഴിഞ്ഞായിരുന്നു. വീഡിയോ ഫുള്ളായിട്ട് എടുക്കാൻ പറ്റില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. പിന്നെ വീഡിയോ എടുക്കാൻ സമയമൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ അവിടുത്തെ സിറ്റുവേഷനിൽ ഒന്നും ചെയ്യാൻ പറ്റിയില്ല. അങ്ങനെ കുറേ ലാഗായിപ്പോയി. അപ്പോൾ ഗൈസ് അവിടെ വെച്ച് ഞാൻ ഔട്ട്റോ എടുക്കാൻ പറഞ്ഞായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത് കാണാൻ ബെല്ലൈക്കൻ അടിച്ചു പൊട്ടിച്ചു. ഓക്കെ, ബൈ.